Hi students, welcome to the 4th class of linear algebra. Today we are discussing two theorems and its proof. Theorem: let V be a vector space spanned a finite set of vectors beta 1, beta 2, etc. beta m. Let V be a vector space spanned a finite set of vectors beta 1, beta 2, etc. beta m. Then any linearly independent set of vectors in V is finite and contain no more than m elements. ഇവിടെ തിയറത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് സ്പാൻഡ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ബീറ്റ 1, ബീറ്റ 2, എക്സെട്ര ബീറ്റ എം. അതായത് വി എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ്. അതിലെ m എലമെന്റ്സ് ആണ് ബീറ്റ 1, ബീറ്റ 2, എക്സെട്ര ബീറ്റ എം. ഈ എലമെന്റ്സ് ബീറ്റ 1, ബീറ്റ 2, എക്സെട്ര ബീറ്റ എം എന്ന് പറയുന്ന എലമെന്റ്സ് സ്പാൻ ചെയ്തിട്ടാണ് വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് തിയറത്തിൽ എന്താ പറയുന്നത്? ദെൻ എനി ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ വി ഇസ് ഫൈനൈറ്റ് ആൻഡ് കണ്ടെയ്ൻ നോ മോർ ദാൻ m എലമെന്റ്സ്. അതായത് വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസ് വേറെ കുറച്ച് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ വിയില് കുറച്ച് വേറെ വെക്ടേഴ്സ് അതെങ്ങനെയായിരിക്കണം? ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആയിരിക്കണം. ആ വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ വെക്ടേഴ്സിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എപ്പോഴും ഈ സെറ്റിൽ, അതായത് ബീറ്റ 1, ബീറ്റ 2, എക്സെട്ര ബീറ്റ എം എന്ന് പറഞ്ഞ സെറ്റിനേക്കാളും കുറവായിരിക്കും. നമ്മൾ വിയിലെടുത്തിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വെക്ടേഴ്സിന്റെ സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആയിരിക്കും എന്നാണ് ഈ തിയറം പറയുന്നത്. n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇൻ ദിസ് സെറ്റ്. ഇനി പ്രൂഫിലേക്ക് പോവാണ്. ഫസ്റ്റ് നമ്മൾ ക്ലെയിം എന്ന് പറയുന്നത് എനി സബ്സെറ്റ് ഓഫ് വി ഹാവിംഗ് മോർ ദാൻ m എലമെന്റ്സ് ഈസ് ലീനിയർലി ഡിപെൻഡന്റ്. എനി സബ്സെറ്റ് ഓഫ് വി, വിയിലെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് മോർ ദാൻ m എലമെന്റ്സ്, m എലമെന്റ്സിനേക്കാളും കൂടുതലുള്ള എലമെന്റ് ഉള്ള ഒരു സബ്സെറ്റ് വിന്റെ ഈസ് ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ക്ലെയിമില്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് എനി ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ വി ഈസ് ഫൈനൈറ്റ് ആൻഡ് കണ്ടെയ്ൻ നോ മോർ ദാൻ m എലമെന്റ്സ് ആണ്. നമ്മൾ ക്ലെയിം ആയിട്ട് വിചാരിക്കുന്നത് എന്താണ്? എനി സബ്സെറ്റ് ഓഫ് വി ഹാവിംഗ് മോർ ദാൻ m എലമെന്റ്സ് ഈസ് ലീനിയർലി ഡിപെൻഡന്റ്. അപ്പൊ നമ്മൾ ഒരു സബ്സെറ്റ് എടുക്കുകയാണ് വിന്റെ. ലെറ്റ് എസ് ബി എ സബ്സെറ്റ് ഓഫ് വി ഹാവിംഗ് n എലമെന്റ്സ്, സേ ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n, വെർ n ഈസ് ഗ്രേറ്റർ ദാൻ m. അപ്പൊ നമ്മളൊരു സബ്സെറ്റ് എടുത്തു, വീണ്ടും ഒരു സബ്സെറ്റ് എടുത്തു. എങ്ങനെയുള്ള സബ്സെറ്റ് ആണ്? എമ്മിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്ന, അല്ലെ, എണ്ണം ഗ്രേറ്റർ ആയിട്ട് വരുന്ന ഒരു സബ്സെറ്റ് എടുക്കുകയാണ്. അപ്പോൾ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിലെ എലിമെന്റ്സ് എന്തൊക്കെയാണ്? ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n ആണ്. ഓക്കെ, n ഈസ് ഗ്രേറ്റർ ദാൻ m ആണ്. സിൻസ് v ഈസ് ഈക്വൽ ടു സ്പാൻ ഓഫ് ബീറ്റ 1, ബീറ്റ 2, എക്സെട്ര ബീറ്റ m. നമുക്കറിയാം വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് v ഈസ് ഈക്വൽ ടു സ്പാൻ ഓഫ് ബീറ്റ 1, ബീറ്റ 2, എക്സെട്ര ബീറ്റ m ആണ്. ഈച്ച് ആൽഫ i ബിലോങ്സ് ടു v ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് beta 1, beta 2, etc. beta m. Okay, linear combination of beta 1, beta 2, beta m ആണ്, etc. beta m ആണ്. അപ്പൊ നമ്മൾ ഇതിലെ ആൽഫ i, ആൽഫ 1 ആദ്യം എഴുതിയും. ആൽഫ 1 is equal to a11 beta 1 plus a12 beta 2 plus etc. plus a1m beta m എന്ന് എഴുതാം. ആൽഫ 2 എങ്ങനെ എഴുതാം? ആൽഫ 2 is equal to a21 beta 1 plus a22 beta 2 plus etc. plus a2m beta m എന്ന് എഴുതാം. ഓക്കെ, എക്സെട്ര ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ ആൽഫ n എഴുതാണ്. ആൽഫ n ഇസ് ഈക്വൽ ടു an1 ബീറ്റ 1 പ്ലസ് an2 ബീറ്റ 2 പ്ലസ് എക്സെട്ര പ്ലസ് anm ബീറ്റ m എന്ന് എഴുതാം. വേർ aij ബിലോങ്സ് ടു f. ഇതിനെ ax ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്യാണ്. അപ്പൊ എന്റെ പൊസിഷനിൽ മെട്രിക്സ് a11 a21 എക്സെട്ര an1, a21 a22 etc. an2 etc. a1m a2m etc. anm into x1 x2 etc. xm, that is equal to 0 0 0. Okay, matrix 0 0 0.
ഇനി AX ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഈ ഫോമിൽ നിന്നും നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യാം. എങ്ങനെ ഫോം ചെയ്യാം? A11 x1 പ്ലസ് A21 x2 പ്ലസ് എക്സെട്ര പ്ലസ് AN1 xm ഈക്വൽ ടു 0. ഫസ്റ്റ് ഇക്വേഷൻ അതാണ് വരിക. ഓക്കെ, അത് സമ്മേഷന്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? സിഗ്മ ജെ റണ്ണിങ് ഫ്രം 1 ടു n AJ1 xj. കാരണം ഇവിടെ A11 പിന്നെ A21 ആണ്. ഇവിടെ വാരി ചെയ്യുന്നത് 1, 2, 3 എക്സെട്ര n ആണ്. അപ്പൊ നമ്മൾ ഇവിടെ AJ എന്ന് എഴുതാണ്. ദെൻ അവിടെ 1 ഉള്ളത്. ഓക്കെ, അപ്പൊ സിഗ്മ ജെ റണ്ണിങ് ഫ്രം 1 ടു n AJ1 പിന്നെ xj. ഇവിടെ x1 x2 എക്സെട്ര xn വരുന്നുണ്ട്. അപ്പൊ xj കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം? A21 x1 പ്ലസ് A22 x2 പ്ലസ് എക്സെട്ര പ്ലസ് AN2 xm എന്ന് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഇതിനെ സമ്മേഷന്റെ ഫോമിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? സിഗ്മ ജെ റണ്ണിങ് ഫ്രം 1 ടു n AJ2 xj ഈക്വൽ ടു 0 എന്ന് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ എഴുതാണ് A1m x1 പ്ലസ് A2m x2 പ്ലസ് എക്സെട്ര പ്ലസ് ANM xn is equal to 0. അതിന്റെ സമ്മേഷന്റെ ഫോമുല നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ജെ റണ്ണിങ് ഫ്രം 1 ടു n AJM xj ഈക്വൽ ടു 0. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ദിസ് ഈസ് എ സിസ്റ്റം ഓഫ് m ഇക്വേഷൻസ് ഇൻ n അൺനോൺസ്. ഈ സിസ്റ്റം ഓഫ് m ഇക്വേഷൻസ് ഉണ്ട്, n അൺനോൺസ് ഉള്ള m ഇക്വേഷൻസ് ആണത്. ഓക്കെ, സിൻസ് m ലെസ് ദാൻ n ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോ ദ സിസ്റ്റം ഹാസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ദാറ്റ് മീൻസ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അതായത് സൊല്യൂഷൻ നോട്ട് ഈക്വൽ ടു 0 എന്നായിരിക്കും. നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Now consider x1 alpha 1 plus x2 alpha 2 plus etc plus xn alpha n. ഇവിടെ x1 into alpha 1 നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ട്. A11 beta 1 plus A12 beta 2 plus etc A1m beta m ആണ്. അത് നമ്മളിവിടെ വില കൊടുക്കുക. ഓക്കെ, x2 alpha 2 that is x2 into alpha 2ന്റെ വില നമുക്കറിയാം. A21 beta 1 plus A22 beta 2 plus etc A2m beta m ആണ്. ഓക്കെ, പ്ലസ് എക്സെട്ര പ്ലസ് xn ഇൻറ്റു ആൽഫ എന്ന് നമുക്കറിയാം AN1 ബീറ്റ 1 പ്ലസ് AN2 ബീറ്റ 2 പ്ലസ് എക്സെട്ര പ്ലസ് ANM ബീറ്റ m എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ സമ്മേഷൻ ഉപയോഗിച്ചിട്ട് എഴുതുകയാണ്. അപ്പൊ നമുക്ക് എന്താ വരിക? സിഗ്മ ജെ റണ്ണിങ് ഫ്രം 1 ടു n AJ1 xj ബീറ്റ 1. ഓക്കെ, പ്ലസ് സിഗ്മ ജെ റണ്ണിങ് ഫ്രം 1 ടു n AJ2 xj ബീറ്റ 2 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് എക്സെട്ര പ്ലസ് സിഗ്മ ജെ റണ്ണിങ് ഫ്രം 1 ടു n AJM xj ബീറ്റ m എന്ന് എഴുതാം. ഓക്കെ, ഇത് നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് എഴുതുകയാണ്. ഇവിടെ ഈ എലമെന്റ് ബീറ്റ 1 വരുന്ന എല്ലാ എലമെന്റും കണ്ടോ, ഇത്രയും എലമെന്റിന് ഒരുമിച്ച് നമ്മൾ സമ്മേഷൻ ആയിട്ട് എഴുതി. നെക്സ്റ്റ് ബീറ്റ 2 വരുന്ന എലമെന്റ്സ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, എല്ലാം ഉള്ളത് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി. അങ്ങനെ ലാസ്റ്റ് ഉള്ള എലമെന്റ്സ് വരെ നമ്മൾ എഴുതുകയാണ്. അപ്പൊ നമുക്ക് ഈ ഫോമിൽ സമ്മേഷനിൽ എക്സിസ്റ്റ് ചെയ്യും. ഇനി നമുക്കറിയാം സിഗ്മ ജെ റണ്ണിങ് ഫ്രം 1 ടു n AJ1 xj എന്ന് പറയുന്നത് 0 ആണെന്ന് മുന്നേ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ 0 കൊടുക്കുക, ബീറ്റ 1. ഇവിടെ അതേപോലെ സിഗ്മ ജെ റണ്ണിങ് ഫ്രം 1 ടു n AJ2 xjന്റെ വില 0 വരും, ബീറ്റ 2 എന്ന് വരും, പ്ലസ് എക്സെട്ര. ഈ ടേമും നമുക്ക് എന്ത് വരും? 0 വരും. 0 ഇൻറ്റു ബീറ്റ m ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? x1 ആൽഫ 1 പ്ലസ് x2 ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് xn ആൽഫ n ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇവിടെ x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം ആണ്. അതെല്ലാം 0 ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹെൻസ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ആർ ലീനിയർലി ഡിപെൻഡന്റ്, നോട്ട് ഓൾ 0. സോ വി സേ ദാറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ആർ ലീനിയർലി ഡിപെൻഡന്റ്. ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ദിസ് പ്രൂവ്സ് ദ ക്ലെയിം. നമ്മൾ ക്ലെയിമിൽ ലീനിയർലി ഡിപെൻഡന്റ് ആണെന്നല്ലേ പറഞ്ഞത്. നെക്സ്റ്റ് സപ്പോസ് B is linearly independent set in V. Next, suppose B is linearly independent set in V. If B has more than m elements, then by the above claim, എന്തായിരിക്കും? B should be linearly dependent. More than m elements ഉണ്ടെങ്കിൽ. Then we get a contradiction. Hence, the number of elements in B is less than or equal to m. Okay? Next theorem. If V is a finite dimensional vector space, then any two bases of V have
the same number of elements. If V is a finite dimensional vector space, V എന്ന് പറയുന്നത് ഒരു finite dimensional vector space ആണ്, then any two bases of V, Vന്റെ ഏതെങ്കിലും രണ്ട് ബേസസ് എടുക്കുകയാണെങ്കിൽ have the same number of elements, അതിൽ സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഉണ്ടായിരിക്കുക. ഇതാണ് തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, V is equal to span of alpha 1, alpha 2, etc. alpha n and set beta 1, beta 2, etc. beta m linearly independent. V എന്ന് പറയുന്നത് സ്പാൻ ഓഫ് സെറ്റ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എന്നും സെറ്റ് ബീറ്റ 1, ബീറ്റ 2, എക്സെട്ര ബീറ്റ എം ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണെങ്കിൽ then by the above theorem the number of elements in linearly independent set is less than or equal to n. The number of elements in this, okay, number of elements in linearly independent set എന്ന് പറയുന്നത് less than or equal to എന്തായിരിക്കും, n ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുക m is less than or equal to n ആണ്. ഓക്കെ, we put it as equation number 1. okay, similarly V is equal to span of beta 1, beta 2, etc. beta m and set alpha 1, alpha 2, etc. alpha n are linearly independent. Similarly, we take V is equal to span of set beta 1, beta 2, etc. beta m, okay, and set alpha 1, alpha 2, etc. alpha n are linearly independent. Then by the above theorem we have n is less than or equal to this m. Okay, n is less than or equal to m. Putting it as equation number 2. From 1 and 2 we write n is equal to m. Okay.